ഫ്രണ്ട്സ്, NIT ഗോവയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗോവയുടെ. അപ്പോൾ ഇതിലേക്ക് പെർമനന്റ് വാക്കൻസിയാണ്. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി തസ്തികയിൽ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒട്ടനവധി അലവൻസും പ്രൊമോഷൻ സാധ്യതയൊക്കെയുള്ള പോസ്റ്റാണ്. വെറും നമ്മൾ SSC, UPSC, റെയിൽവേ, അതുപോലെ PSC മാത്രം നോക്കി നടക്കേണ്ട ഒരുപാട് വാക്കൻസികൾ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് എല്ലാ കാറ്റഗറിയിലുള്ള നോട്ടിഫിക്കേഷനും നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ വിധത്തിലുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേക്കൻസി നോട്ടിഫിക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഒക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ ഈ പറയുന്ന NITയിലേക്ക് വിളിച്ചിരിക്കുന്നതിലേക്ക് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അതോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്നുണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യണം, നമുക്ക് റിക്രൂട്ട്മെന്റ് പോർട്ടലിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കൂടെ കാണാം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗോവ നിങ്ങൾക്ക് കൂടെ കാണാം. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മാർച്ച് 28 വന്നിരിക്കുന്നത്. അഡ്വർടൈസ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോൺ ടീച്ചിങ് കാറ്റഗറിയിലുള്ള പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതായത് മറ്റു ടീച്ചിങ് അല്ല, നോൺ ടീച്ചിങ് അല്ല കാറ്റഗറിയിലേക്കാണ്. അതിൽ ഗ്രൂപ്പ് എ പൊസിഷനിൽ നിങ്ങൾക്ക് കൂടെ കാണാം അസിസ്റ്റന്റ് രജിസ്ട്രാർ വിളിച്ചിട്ടുണ്ട്, അസിസ്റ്റന്റ് ലൈബ്രറിയൻ. ഇതിലൊക്കെ നമുക്ക് ഓരോരോ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റി ആൻഡ് സ്പോർട്സ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അതിൻ്റെ പേ സ്കെയിലൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വാക്കൻസി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങളത് എന്ത് ചെയ്യേണ്ട, അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. SC ST OBC റിസർവ് വാക്കൻസി ഇല്ലെങ്കിലും അതിലേക്ക് എന്തുണ്ട്, ജനറൽ വാക്കൻസി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ കാണാൻ നിങ്ങൾക്ക് ജനറൽ വാക്കൻസി ഉണ്ട്. ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ വാക്കൻസിയുടെ എണ്ണം കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് അതിന് വേണ്ടി പഠിക്കുക. ഇനി ഇതിൻ്റെ ഗ്രൂപ്പ് ബി പോസ്റ്റുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുണ്ട്. ടോട്ടൽ 4 വാക്കൻസി. അതിൽ ജനറൽ 2, SC ഒരു വാക്കൻസി, OBCക്ക് ഒരു വാക്കൻസി, അങ്ങനെ ടോട്ടൽ 4 വാക്കൻസി. STക്കും EWSനും വാക്കൻസി ഇല്ലെങ്കിൽ അവർക്ക് ഈ ജനറൽ വാക്കൻസിയിലേക്ക് അപ്ലൈ ആവുന്നതാണ്. ഇതിന് അടുത്തത് സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. ഇതിൽ OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സിന് മാത്രം റിസർവ്ഡ് ആയിട്ടൊരു വാക്കൻസിയാണുള്ളത്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഒക്കെ ഞാൻ പറയാം കേട്ടോ. ഇനി അതുപോലെ ജൂനിയർ എഞ്ചിനീയർ വിളിച്ചിട്ടുണ്ട്, സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇതിൽ ജനറൽ 2 വാക്കൻസി മാത്രമാണ്, റിസർവ്ഡ് വാക്കൻസി ഒന്നുമില്ല. ആർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ ഗ്രൂപ്പ് സി പൊസിഷനിലേക്ക് വിളിച്ചിരിക്കുന്നത് കൂടെ കാണാൻ പറ്റും. ടെക്നീഷ്യൻ വിളിച്ചിട്ടുണ്ട്, ടോട്ടൽ 3 വാക്കൻസി. അതുപോലെ സീനിയർ ടെക്നീഷ്യൻ 4 വാക്കൻസി, സീനിയർ അസിസ്റ്റൻറ്റ് 1 വാക്കൻസി, ഓഫീസ് അറ്റൻഡൻറ്റ് 2 വാക്കൻസി. അപ്പോൾ പലരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധികവും എന്ത് ചെയ്യും, വാക്കൻസിയുടെ എണ്ണം ആദ്യം നോക്കും, എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണോ ചെയ്യേണ്ടതെന്ന് നോക്കും. കാരണം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അതായത് അങ്ങനെ വേക്കൻസി കുറയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്കുള്ള അപേക്ഷയുടെ എണ്ണം കുറയും. ഓക്കെ, അപ്പോൾ വേക്കൻസി കൂടുമ്പോൾ എന്താ സംഭവിക്കുക, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ PSC അല്ലെങ്കിൽ UPSC അല്ലെങ്കിൽ SSC ഒക്കെ എന്താണ്, ഇപ്പോൾ PSC ഒക്കെ വലിയ നമ്പർ വരില്ലെങ്കിലും SSC UPSC ഒക്കെ വലിയ നമ്പർ വരുന്നുണ്ട്. 1000, 5000, 6000 വേക്കൻസികളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യും, എല്ലാവരും എന്ത് ചെയ്യും, അതിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ കോമ്പറ്റീഷൻ കൂടും, കട്ട് ഓഫ് മാറും, അങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കൻസി കുറഞ്ഞ നോട്ടിഫിക്കേഷനിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് നമ്മൾ ലോജിക്കായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരുപാട് പേര് എന്തെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്യില്ല. ഈ ഇൻ കേസ് അപ്ലൈ ചെയ്താലും തന്നെ അവരെന്ത് ചെയ്യും, പഠിക്കാനൊന്നും അത്ര ആ ഒരു പ്രോത്സാഹനം അവർക്ക് ഉണ്ടാവില്ല. കാരണം എന്താണ്, കുറഞ്ഞ വാക്കൻസി ഇല്ലെന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ തന്ത്രപരമായിട്ട് നല്ല രീതിയിൽ എന്താണ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം NIT എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട എന്താണ് വിദ്യാഭ്യാസ മേഖലയിൽ അത്രയും ഉന്നതിയിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് NIT, IITs, IIM എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒരു ജോലി ലഭിക്കുക എന്ന് പറയുന്നത് അതിന് അത്രയും എന്താണ് ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വേക്കൻസി വരുള്ളൂ. വേക്കൻസി ഒരുപാട് വന്നിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കരുത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെയൊക്കെ ഏജ് ലിമിറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഓരോന്നിൻ്റെ ഏജ് ലിമിറ്റും കാണാം. 35. പിന്നെ ഗ്രൂപ്പ് B ആണെങ്കിൽ നിങ്ങൾക്ക് 30 ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ ഗ്രൂപ്പ് C ആണെങ്കിൽ നിങ്ങൾക്ക് 27. ചില ടെക്നീഷ്യൻ 27. ബാക്കിയുള്ളത് സീനിയർ ടെക്നീഷ്യനും അതുപോലെ സീനിയർ അസിസ്റ്റൻറ്റും 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ ഓഫീസ് അറ്റൻഡൻറ്റ് 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിലേക്ക് ഓൺലൈനായിട്ടും അപ്ലൈ ചെയ്യണം. സെയിം സംഭവം പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ഓഫ്ലൈനായിട്ടും അയച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതിൻ്റെ ലാസ്റ്റ് പേജിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വരും. കാരണം നിങ്ങൾ ക്വാളിഫൈഡ് ആണോ നോക്കണമല്ലോ. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ ആദ്യം നോക്കുന്നത് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് 35 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ള ഏജ് ലിമിറ്റ്. ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂടെ ഇതിൻ്റെ പേ സ്കെയിൽ കൂടെ കാണാം കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രേഡ് പേ കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്.
അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി 55% മാർക്കോടുകൂടി നിങ്ങൾ പാസ്സായിരിക്കുക. നല്ല അക്കാദമിക് റെക്കോർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു കംപ്ലീറ്റ് നിങ്ങളുടെ 10ാം ക്ലാസ് മുതൽ ഇങ്ങോട്ട് നല്ലൊരു അക്കാദമിക് റെക്കോർഡ് ആയിരിക്കണം നമ്മളെന്നുള്ളതാണ്. ഒരുപാട് ലാഗൊന്നും വരാതെ സപ്ലി ഒന്നും കൂടാതെ അങ്ങനെ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന 55% മാർക്കോടുകൂടി ഏതെങ്കിലും വിഷയത്തിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ നിലവിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ പറയുന്ന ഗ്രേഡ് പേയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ആണെങ്കിൽ അവർക്ക് എന്ത് വേണം, 5 ഇയേഴ്സുള്ള ആ ഒരു റെഗുലർ സർവീസും വിത്ത് ഈ പറയുന്ന മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരു വേക്കൻസിയാണ് ഉള്ളത് ഈ പറഞ്ഞതിൽ. പിന്നെ അടുത്ത് വരുന്ന അസിസ്റ്റന്റ് ലൈബ്രറിയൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതും ഗ്രൂപ്പ് എ ആണ്. ഇതിൻ്റെ പേ സ്കെയിൽ കാര്യങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് പ്രൊമോഷൻ സാധ്യതയും നിങ്ങൾക്ക് എന്താണ് ഗ്രേഡ് പേ ഒക്കെ കൂടാനൊക്കെ സാധ്യതയുള്ള പോസ്റ്റുകളാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇനി ഇതിൽ 35 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ലൈബ്രറി സയൻസിലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സയൻസിലോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ സയൻസ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, PG ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 60% മാർക്ക് മതി. ഓക്കെ, ഇനി ഗ്രേഡ് ആണെങ്കിൽ CGP ആണെങ്കിൽ 10 പോയിന്റ് സ്കെയിൽ ആണെങ്കിൽ 6.5 ആണ് അത് 60% ഇക്വലൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ അക്കാദമിക് ആയിട്ടുള്ള ഒരു റെക്കോർഡ്, നല്ലൊരു അക്കാദമിക് റെക്കോർഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സുപ്പീരിയർ നോളജ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറി സർവീസ്, അതായത് നമ്മൾ ഫുള്ള് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ലൈബ്രറി നല്ല രീതിയിൽ നമുക്ക് അതിലുള്ള നല്ലൊരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം അത് ഡീൽ ചെയ്യാനുള്ളൊരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ ഇതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ പറയുന്ന നാഷണൽ ലെവൽ ടെസ്റ്റുകൾ ഉണ്ടല്ലോ, നെറ്റ്, സ്ലെറ്റ്, സെറ്റ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ടെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ളതുപോലെ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്തത് വരുന്ന പോസ്റ്റ് സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റി ആൻഡ് സ്പോർട്സ് ഓഫീസറാണ്. ഇതിൽ ഗ്രൂപ്പ് എ ആണ്. ഇതിൻ്റെ നിങ്ങൾക്ക് 35 ഏജ് ലിമിറ്റ് വരുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ PG ഉണ്ടായിരിക്കുക, അതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സ്പോർട്സ് സയൻസ് അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള PG ഉണ്ടായിരിക്കുക. 60% മാർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അത് മാത്രം പോരാ, നമുക്ക് ശരിക്കും യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് ലെവൽ അല്ലെങ്കിൽ ഇൻ്റർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഈ മേഖലയൊക്കെ ബന്ധപ്പെട്ട് നല്ലൊരു റെക്കോർഡ് നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നമ്മളുടെ കഴിവ് നമ്മൾ തെളിയിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉള്ളവർ ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ നാഷണൽ ലെവലുള്ള UGC നടത്തുന്ന ഏതെങ്കിലും ഒരു നാഷണൽ ലെവൽ ടെസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഇതിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുപോലെ നമ്മൾ ക്വാളിഫൈ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്തത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 35 ഏജ് ലിമിറ്റ് വരുന്നത് മാക്സിമം. ഇതും ഗ്രൂപ്പ് എ പോസ്റ്റാണ്. അപ്പോൾ ഇവിടെ കാണാം BE or BTech സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിൻ ഒന്നെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ സിവിലിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി, ഫസ്റ്റ് ക്ലാസ് എന്നാണ് അവിടെ പറയുന്നത്. ഫസ്റ്റ് ക്ലാസ് ആണ് നോർമലി 60% ഓക്കെ, അല്ലെങ്കിൽ ചില 65% എന്ന് പറയാറുണ്ട്. അത് 60% ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ 60% ഫസ്റ്റ് ക്ലാസ് ഉള്ളത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അതിൻ്റെ മാനദണ്ഡം ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ക്രൈറ്റീരിയ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൺസൾട്ടൻറ്റ് മാർക്ക് ഷീറ്റിൽ അതിൻ്റെ ബാക്കിലുണ്ടാവും. ചില യൂണിവേഴ്സിറ്റിക്കൊക്കെ ചെറിയ വേരിയേഷൻ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി നിങ്ങൾ സിവിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ BE or BTech കംപ്ലീറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി പോയിന്റ് സ്കെയിൽ ആണെങ്കിൽ അത് 7 പോയിന്റ് സ്കെയിലൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, CGP ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കണേ. ഓക്കെ, അതുപോലെ ഗുഡ് അക്കാദമിക് റെക്കോർഡ് ആയിരിക്കണം എന്നും കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട കേട്ടോ ഇതിലേക്ക്. പിന്നെ നിങ്ങൾക്ക് നിലവിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ളതാണ് കേട്ടോ, അത് നമ്മൾ നോക്കുന്നില്ല. നിലവിൽ എംപ്ലോയീസ് ആയിട്ടുള്ളവർക്കാണ് ഈ നിശ്ചിത ഗ്രേഡ് പേയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കുള്ളതാണത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്ന ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ്. ഗ്രൂപ്പ് B എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിലേക്ക് 30 ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതവിടെ കാണാം ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ തുല്യമായുള്ള ഗ്രേഡിലുള്ള BE or BTech അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം MCA മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് കേട്ടോ. ടെക്നിക്കൽ അസിസ്റ്റൻ്റ്. ഓക്കെ, ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ റെലവൻറ്റ് സബ്ജക്റ്റുകൾ ഞാൻ പറയാം കേട്ടോ. ടെക്നിക്കൽ അസിസ്റ്റൻ്റ്, യെസ്, ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ഏതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ റിലവൻറ്റ് സബ്ജക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏതാണെന്നുള്ള വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ നിങ്ങൾക്ക് BE or BTech അല്ലെങ്കിൽ MCA ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ. ഏത് മേഖലയൊക്കെ ആയിരിക്കണം എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് തരാം വീഡിയോയുടെ അവസാനം, അതായത് ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ലാസ്റ്റ് പറയാം, കൺഫ്യൂഷൻ അടിക്കേണ്ട വെച്ചിട്ടാണ്. ഇനി BE or BTech ഇല്ലെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ ഡിപ്ലോമ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ നിങ്ങൾക്ക് റിലവൻറ്റ് ഫീൽഡ് ഏതാണ് ആ റിലവൻറ്റ് ഫീൽഡ് എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. റിലവൻറ്റ് ഫീൽഡിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് BSc ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സയൻസസ്, അതായത് ശാസ്ത്രത്തിലെ PG ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. 50% മാർക്ക് മതി.
ഓക്കെ, മറ്റേയൊക്കെ ഫസ്റ്റ് ക്ലാസ് വേണം. പി ജി ഉള്ളവരാണെങ്കിൽ 50% മാർക്ക് മതി കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ ബി ഓർ ബി ടെക്, അല്ലെങ്കിൽ ഡിപ്ലോമ, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സയൻസ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ വേണം. അപ്പോൾ റെലവൻറ്റ് ഫീൽഡ് എന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. ഓക്കെ, അത് വീഡിയോയുടെ അവസാനമല്ല, ഈ നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഭാഗം പറയാം. കൺഫ്യൂഷൻ അടിക്കേണ്ട വെച്ചിട്ടാണ്. കാരണം ചില പോസ്റ്റുകളൊക്കെ റെലവൻറ്റ് ഫീൽഡ് എന്നേ പറയുന്നുള്ളൂ. ഏതാ ഫീൽഡ് എന്ന് അതിൽ മെൻഷൻ ചെയ്യുന്നില്ല. അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കാം. അടുത്തത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് സൂപ്രണ്ടൻ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ഗ്രൂപ്പ് ബി ആണ്. ഇതിൻ്റെ പേ സ്കെയിൽ കാര്യങ്ങളാണ്. 30 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ബാച്ചിലേഴ്സ് ഡിഗ്രി, അതായത് ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന സൂപ്രണ്ടൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ബിരുദം ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ അപ്ലിക്കേഷൻ, അതായത് വേർഡ് പ്രോസസ്സിംഗ്, സ്പ്രെഡ്ഷീറ്റിനൊക്കെ കുറച്ച് അത്യാവശ്യം നോളജ് ഉണ്ടായാൽ മതി. അതിന് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാണെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി 50% മാർക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കില്ല, ഡിഗ്രി ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കില്ല, നമ്മൾ പി ജി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പി ജിയിലാണെങ്കിൽ നമുക്ക് എന്താണ് 50% മാർക്കേ ഉള്ളൂ. അങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഏതെങ്കിലും വിഷയത്തിൽ പി ജി ഉണ്ടെങ്കിൽ 50% മാർക്കോട് പി ജി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പി ജി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ പി ജി വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഡിഗ്രി കഴിഞ്ഞവരാണ് ഡിഗ്രി വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിഗ്രിയിൽ ചിലപ്പോൾ നമ്മൾ പി ജി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് ഇപ്പം 50% മാർക്ക് ഉണ്ടാവുള്ളൂ ചിലപ്പം. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് അവർ ഡിഗ്രി വെച്ച് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ അവർ പി ജി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി ജിയിൽ 50% ആണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ 50% മാർക്കുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള പി ജി കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ നോളജ് ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പിന്നെ അടുത്ത ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇത് ഗ്രൂപ്പ് ബി ആണ്. 30 ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ ബി ഓർ ബി ടെക് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. ഇനി അതല്ലെങ്കിൽ സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സലൻറ്റ് അക്കാദമിക് റെക്കോർഡ് ആയിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തത് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 27 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് +2 സയൻസ് എടുത്ത് പഠിച്ച ഉദ്യോഗാർത്ഥികളായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് മതി. ഓക്കെ, അപ്പോൾ +2 നിങ്ങൾ സയൻസ് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെക്നീഷ്യനിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ എക്സ്പീരിയൻസ് മറ്റ് ക്വാളിഫിക്കേഷനൊന്നും വേണ്ട. ഇനി നിങ്ങൾ +2 സയൻസ് പഠിച്ചിട്ടില്ല, നിങ്ങൾ +2 പഠിച്ചു, അതിനുശേഷം നിങ്ങൾ എന്താണ് 50% മാർക്കോട് +2 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ITI കോഴ്സ് 1 ഇയർ ഡ്യൂറേഷനുള്ള ITI അല്ലെങ്കിൽ അതിന് മുകളിൽ ഡ്യൂറേഷൻ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. മിനിമം 1 ഇയർ ഡ്യൂറേഷനുള്ള ITIയും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതും ITI ഏതാണ് ഫീൽഡ് എന്ന് ഞാൻ പറയാം. റിലവൻറ്റ് ട്രേഡുകളാണ്. അത് ഏതൊക്കെ ട്രേഡ് എന്നുള്ളതൊക്കെ ഞാൻ പറയാം. ഓക്കെ, ഈ പറയുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. ഒന്ന് +2 സയൻസ് വെച്ച് 60% മാർക്കോട് +2 സയൻസ് വെച്ച് അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ കേസ് ഇവിടെ നിങ്ങൾക്ക് +2 സയൻസോ ഹ്യൂമാനിറ്റീസോ ഇനി ഏതാണ് കോമേഴ്സോ ഏതാണെങ്കിലും കുഴപ്പമില്ല, ഏത് സ്ട്രീമാണെങ്കിലും കുഴപ്പമില്ല. പ്ലസ് നിങ്ങൾ എന്താണ് 1 ഇയർ ഡ്യൂറേഷനുള്ള ITIയും കഴിഞ്ഞിട്ടുണ്ട് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ITI വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൽ +2 നിങ്ങൾക്ക് 50% മാർക്ക് മതി. നിങ്ങൾക്ക് ITIയിൽ ജസ്റ്റ് എന്താണ് പാസ്സായാലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ 10ാം ക്ലാസ് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് അതായത് SSLC പ്ലസ് നിങ്ങൾക്ക് എന്താണ് SSLC നമുക്ക് 60% മാർക്ക് വേണം. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് ITI 2 വർഷം ഡ്യൂറേഷനുള്ള ITI, അത് ഏത് ട്രേഡാണ്, അപ്രോപ്രിയേറ്റ് ട്രേഡ് ഏത് ട്രേഡാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഈ പറയുന്ന 2 വർഷം ഡ്യൂറേഷനുള്ള ITIയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആ രീതിയിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ 3 ഇയർ ഡ്യൂറേഷനുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് പോളിടെക്നിക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 4 രീതിയിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്. അപ്പോൾ ഏതാണ് ആ റെലവൻറ്റ് ട്രേഡ് അല്ലെങ്കിൽ ഫീൽഡ് എന്നുള്ള അറിയാം. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് +2 സയൻസ് കഴിഞ്ഞാൽ മതി. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി സയൻസ് അല്ല +2 പ്ലസ് 1 ഇയർ ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ 10ാം ക്ലാസ് പ്ലസ് 2 ഇയർ ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഡിപ്ലോമ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടൊന്നും തോന്നരുത്. അറിയാത്തവരുണ്ടെങ്കിൽ അത് കണ്ണാതി ബാക്കിയുള്ള സീക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഇതിനടുത്ത് സീനിയർ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഗ്രൂപ്പ് സി ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ +2 സയൻസ് തന്നെയാണ് 60% മാർക്കോട് +2 സയൻസിൻ്റെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരു ക്വാളിഫിക്കേഷൻ വേണ്ട. ഇനി അതല്ല +2 നിങ്ങൾ +2 ഉണ്ട്, 50% മാർക്കോട് +2 പാസ്സാണ്. പ്ലസ് നിങ്ങൾ എന്താണ് 1 ഇയർ ഡ്യൂറേഷനുള്ള ITIയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതിൽ കൂടുതലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി 10ാം ക്ലാസ് 60% മാർക്ക് നിങ്ങൾക്ക് ഉണ്ട്, പ്ലസ് നിങ്ങൾക്ക് എന്താണ് 2 വർഷം ഡ്യൂറേഷനുള്ള ITI ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇനി അടുത്ത സീനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ഗ്രൂപ്പ് സി ആണ്. 33 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയുന്നത്. +2 നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ് ഓർ സയൻസ് ഏത് സ്ട്രീം ആണെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് +2 പാസ്സായിരിക്കുക. പ്ലസ് എന്താണ്
ഇവിടെ +2 പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പ്ലസ് മിനിമം നിങ്ങൾക്ക് ഒരു ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള ലെവലിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിൽ തന്നെ ആയിരിക്കും കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ടൈപ്പിംഗ് സ്പീഡ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സ്പ്രെഡ്ഷീറ്റിലൊക്കെ ഒരു നല്ല അറിവ് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് ഓഫീസ് അറ്റൻഡർ എന്ന് പറയുന്ന പോസ്റ്റാണ്, ഗ്രൂപ്പ് സി ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് കാണാം സീനിയർ സെക്കൻഡറി, അതായത് ജസ്റ്റ് +2 പാസ്സായാൽ മതി. ഏത് സ്ട്രീം ആണെങ്കിലും കുഴപ്പമില്ല, മറ്റു ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. 27 ഏജ് ലിമിറ്റ് മാക്സിമം വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് +2 ജസ്റ്റ് കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ്, സയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ഇക്വലൻ്റ് ആയുള്ള ജസ്റ്റ് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് +2 പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിന് ഇത്ര പെർസെൻറ്റേജ് വേണം ഒന്നും പറയുന്നില്ല. അപ്പോൾ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ചില പോസ്റ്റിന്, അതായത് ഒന്ന് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സീനിയർ ടെക്നീഷ്യൻ, അതുപോലെ ടെക്നീഷ്യൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണിക്കാം, നിങ്ങൾക്കൂടെ കാണാം. സീനിയർ അസിസ്റ്റൻ്റ് അല്ല, സോറി, ഏതൊക്കെയായിരുന്നു നോക്കിയൂടെ കാണാം നിങ്ങൾക്ക്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സീനിയർ ടെക്നീഷ്യൻ, ടെക്നീഷ്യനാണ് 3. അപ്പോൾ സീനിയർ ടെക്നീഷ്യൻ ഇവിടെ കാണാം നിങ്ങൾക്ക്. സീനിയർ ടെക്നീഷ്യനിൽ നമ്മളിവിടെ പറഞ്ഞല്ലോ, ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് അപ്രോപ്രിയേറ്റ് ട്രേഡ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ഡിപ്ലോമ ആണെങ്കിൽ റെലവൻറ്റ് ഫീൽഡ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്നീഷ്യൻ്റെ നമ്മളിവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്കിവിടെ കാണാം അപ്രോപ്രിയേറ്റ് ട്രേഡ്, റിലവൻറ്റ് ഫീൽഡ്. അപ്പോൾ അത് ഏതാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ ജൂനിയർ എഞ്ചിനീയർ അല്ല, സൂപ്രണ്ടൻ്റ് അല്ല. അടുത്തത് ഈ പോസ്റ്റും ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇതിലും ഇവിടെ നിങ്ങൾക്ക് കാണാം റെലവൻറ്റ് സബ്ജക്റ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. BA, BTech അല്ലെങ്കിൽ MCA, അതുപോലെ തന്നെ ഡിപ്ലോമ, ഡിഗ്രി, ഇതൊക്കെ റെലവൻറ്റ് സബ്ജക്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഒന്ന് ഡിലീറ്റ് ആക്കട്ടെ, ഇവിടെ പോയി. ഇവിടെ കാണാം നിങ്ങൾക്ക് ഡിപ്ലോമ, റെലവൻറ്റ് ഫീൽഡ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് ഏതാണ് ആ ഫീൽഡ് എന്നുള്ളതാണ് ഇനി വ്യക്തമാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ 3 കാറ്റഗറി 3 പോസ്റ്റിൻ്റെ നമുക്കൊരു കൺഫ്യൂഷനുള്ള ബാക്കിയൊക്കെ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സീനിയർ ടെക്നീഷ്യൻ, അതുപോലെ ടെക്നീഷ്യൻ, ഈ 3 കാറ്റഗറിയുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏതൊക്കെ സെൻട്രൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. സിവിൽ എഞ്ചിനീയർ വരുന്നുണ്ട്, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്, അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ഫിസിക്സ് വരുന്നുണ്ട്, കെമിസ്ട്രി വരുന്നുണ്ട്, അതുപോലെ എസ്റ്റേറ്റ് ഓഫീസ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വാളിഫിക്കേഷനാണ് നിങ്ങൾക്ക് വേണ്ടി വരിക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ റിലവൻറ്റ് സബ്ജക്റ്റ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ഫീൽഡ് എന്നുള്ളിടത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ BA, BTech അല്ലെങ്കിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ITI, ഇതാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആദ്യം തുടക്കത്തിലേക്ക് വരാം. നമുക്ക് നമ്മളെവിടെ സ്റ്റോപ്പ് ചെയ്തതെന്ന് വെച്ചാൽ അവിടേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഇനി അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. അത് ഓൺലൈനായിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ പോരാ, നിങ്ങൾ ആ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തത് നിങ്ങൾ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സൈൻ ചെയ്തിട്ട് അതിൻ്റെ കൂടെ നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ വെക്കണം. അതായത് സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സ് പറഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ കാറ്റഗറി സെറ്റിങ്ങിൻ്റെ അത്, ദെൻ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ്, ഇതിൻ്റെ എല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അത് സ്പീഡ് പോസ്റ്റ് ആയിട്ടോ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ, അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് ഇതവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദ രജിസ്ട്രാർ എന്ന് പറഞ്ഞിട്ട് NIT ഗോവ ക്യാമ്പസ്, നിങ്ങൾക്ക് കാണാം. അഡ്രസ്സ് കംപ്ലീറ്റും വായിക്കുന്നില്ല, അവിടെ കാണാം നിങ്ങൾക്ക് കേട്ടോ. സ്റ്റേറ്റ് ഓഫ് ഗോവ, പിൻകോഡ് അവിടെയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2 ഘട്ടമാണ് ഇതിൻ്റെ അപ്ലിക്കേഷനിൽ വരുന്നത്. ഒന്ന് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത സെയിം സംഭവം നമ്മളത് പ്രിൻ്റ് എടുക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റലായിട്ട് ഈ ഒരു അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത ദ രജിസ്ട്രാർ തുടങ്ങിയിട്ട് ഈ ഒരു അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ ആ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ കവറിൻ്റെ പുറത്ത്, അതായത് എൻവലപ്പിൻ്റെ പുറത്ത് നമ്മളൊരു വാചകം എഴുതണം. അതും പാടെ ഞാൻ കാണിക്കാം, പിന്നെ അത് വിട്ടുപോകും ചിലപ്പോൾ. ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ പോയത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ കാണാം നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, ഈ വാചകം നിങ്ങൾ ഇതുപോലെ എഴുതണം. എന്നിട്ട് ഇവിടെ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ ടെക്നീഷ്യൻ ആണെങ്കിൽ ടെക്നീഷ്യൻ ഇവിടെ ഫില്ല് ചെയ്യാം.
ഓക്കെ, ടെക്നീഷ്യൻ ആണെങ്കിൽ ടെക്നീഷ്യൻ എന്ന് ഫില്ല് ചെയ്യുക. അതിൽ ആപ്ലിക്കേഷൻ ID നമ്പർ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ആ നമ്പറും നിങ്ങൾ എൻവലപ്പിൻ്റെ മോൾ, എൻവലപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നത് പോസ്റ്റൽ കവറില്ലേ, അപ്പോൾ ഒരു A4 സൈസ് വീതിയിലുള്ളൊരു ഒരു സൈസിലുള്ള പോസ്റ്റൽ കവർ വാങ്ങുക. എന്നിട്ട് അതിൻ്റെ ഫ്രമും നിങ്ങളുടെ ഫ്രം അഡ്രസ്സും നേരത്തെ ഞാൻ കാണിച്ച 2 അഡ്രസ്സും ഇവിടെ എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ എന്താണ് ടെക്നീഷ്യനോ അല്ലെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇതിലേക്ക് അയച്ചാൽ നിങ്ങൾ അത് അവിടെ എഴുതുക. എന്നിട്ട് കോം ഇട്ടിട്ട് ആപ്ലിക്കേഷൻ ID നമ്പർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ID നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ എഴുതി കൊടുക്കണം. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എൻവലപ്പിൻ്റെ മുകളിൽ എഴുതേണ്ടതാണ്. അതും കൂടെ വിട്ടുപോകരുത്. കാരണം ചില ആളുകൾ എന്താണെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്ത് കാണും. ഇപ്പം നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആണെന്ന് വെച്ചിട്ടാണ് ഞാനതിപ്പം തന്നെ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഓർഡറിലേ പറയുള്ളൂ. ഇതാ ഇവിടെ ജസ്റ്റ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ പറയുമ്പോൾ വിചാരിക്കും ഇങ്ങനെ ചെയ്ത് ജസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി വിചാരിച്ച് പെട്ടെന്ന് പോയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് വിട്ടു പോകേണ്ട വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏപ്രിൽ 27 വരെ സമയമുണ്ട്. ഓക്കെ, ഏപ്രിൽ 27 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ആ സംഭവം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സൈൻ ചെയ്ത് പോസ്റ്റലായിട്ട് സ്പീഡ് പോസ്റ്റായിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റേഡ് പോസ്റ്റായിട്ടോ ഈ ഒരു അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കേണ്ട, അവിടെ എത്തേണ്ട, നമ്മുടെ അപേക്ഷ അവിടെ എത്തേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മെയ് 6 വരെ നിൽക്ക്. ഓക്കെ, 6/5/2025 അപ്പോൾ NIT ഗോവയിൽ നമ്മുടെ അപേക്ഷ പോസ്റ്റലായിട്ട് എത്തേണ്ട അവസാന തീയതി 6/5. എന്നാൽ നമ്മൾ സൈറ്റ് മുഖേന ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് 24/2025. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആദ്യം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം, അത് പ്രിൻ്റ് എടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, കാറ്റഗറി സർട്ടിഫിക്കറ്റ്, ID എന്ന് പറഞ്ഞാൽ വോട്ടർ ID അല്ലെങ്കിൽ ആധാർ കാർഡ് അതിൽ വെക്കുക. ഓക്കെ, അപ്പോൾ ദെൻ നമ്മുടെ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് ഒരു എൻവലപ്പിൽ ഇട്ടിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് അത് പോസ്റ്റിലേക്കാണ്. ദെൻ ആപ്ലിക്കേഷൻ ID ഏതാണെന്ന് വെച്ചാൽ അത് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ എൻവലപ്പിൻ്റെ മുകളിൽ എഴുതണം. ദെൻ ഈ അഡ്രസ്സ് ചെയ്താൽ എന്നിട്ട് നമ്മൾ രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കുക. ഇത്രയാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഓൺലൈനായിട്ട് മാത്രം അപ്ലൈ ചെയ്തിരിക്കരുത്. അത് നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ആയി പോകും. പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മൾ പോസ്റ്റലായിട്ടും അയച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മുടെ അപേക്ഷ നോക്കി അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അതിൽ വിവിധ സ്റ്റേജസ് ആയിട്ടാണ്. സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക, 90 മിനിറ്റ് ഡ്യൂറേഷനുള്ള. അതിൽ അതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ പറയുന്നത് പാർട്ട് എയിൽ ജനറൽ നോളജ് ആൻഡ് അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എബിലിറ്റി, ജനറൽ എബിലിറ്റി, ദെൻ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസ്, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. അപ്പം ഇപ്പം നമ്മുടെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു ആൻഡ്രോയിഡ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മെറ്റീരിയലൊക്കെ തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇങ്ങോട്ട് നടക്കുന്നില്ല. നമ്മൾ കുറച്ചും പാടെ മാൻ പവർ വേണം അതിൽ. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ ഡിലേ ആയി കിടക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് പഠിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൻ്റെ ബുക്കിൻ്റെ റിവ്യൂസ് വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആകുന്ന നല്ല നല്ല ബുക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിലൊന്ന് വാങ്ങിയാൽ നിങ്ങൾക്ക് എല്ലാത്തിനും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ പാർട്ട് B എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ സ്റ്റാഫിനാണെങ്കിൽ നമ്മൾ 2 രീതിയിലുള്ള പോസ്റ്റ് ഉണ്ട്. ടെക്നിക്കൽ, അതായത് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ, IT ഒക്കെ കഴിഞ്ഞവരുണ്ടല്ലോ, ആ ടെക്നീഷ്യൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ്, അങ്ങനെയുള്ള പോസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ടെക്നിക്കൽ സ്റ്റാഫ്. അവർക്കാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പാർട്ട് Bയിൽ. ഇനി മിനിസ്റ്റീരിയൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അതാണ്. അപ്പോൾ അങ്ങനെയുള്ളത് എന്തൊക്കെയാണ് ഈ പറയുന്ന നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഗവൺമെൻറ് ഓഫീസസ് ആൻഡ് റൂൾസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്കിംഗ് സിസ്റ്റം, നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, MS ഓഫീസ്, ഇങ്ങനെ കുറിച്ചുള്ള കുറേ ക്വസ്റ്റ്യൻസ്, അതിനെ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കട്ടോ. ഓക്കെ, അങ്ങനെ സ്റ്റേജ് 1 നിങ്ങൾ ക്ലിയർ ചെയ്താലാണ് നിങ്ങൾ സ്റ്റേജ് 2 നിങ്ങൾക്ക് എൻട്രി ലഭിക്കുള്ളൂ. സ്റ്റേജ് 2 എന്ന് പറയുന്നത് ജസ്റ്റ് സ്കിൽ ടെസ്റ്റ് കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ ഇതിൽ സ്കിൽ ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് റോങ് ആൻസറൊക്കെ രേഖപ്പെടുത്തിയ 1/4 മാർക്ക് നെഗറ്റീവായിട്ടൊക്കെ പിടിക്കും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയുമാണ്. ഇനി ഇതിൽ നമ്മൾ പറഞ്ഞു ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കുമ്പം ആ കവറിൻ്റെ എൻവലപ്പിൻ്റെ മുകളിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഇതുപോലെ എഴുതണം. ഏത് പോസ്റ്റിലേക്കാണ് ഏതെന്ന് വെച്ചാൽ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ലൈബ്രറിനാണെങ്കിൽ അത് ഏതാച്ചാൽ നിങ്ങൾ അത് കൊടുക്കുക. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ID എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടുന്ന ID നമ്പറും അതിൽ കൊടുക്കട്ടെ നിങ്ങൾ. ഓക്കെ, ആപ്ലിക്കേഷൻ ID, ഓക്കെ, റെഫറൻസ്, ഓക്കെ, ആപ്ലിക്കേഷൻ ID, യെസ്. ഓക്കെ, ആപ്ലിക്കേഷൻ ID നമുക്ക് ഓൺലൈനായിട്ട് കിട്ടുന്ന നമ്മൾ ആ കാര്യങ്ങൾ കൊടുത്താൽ മതി. ഇനി അടുത്ത നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ഫീ ഉണ്ട്. ഇതിലേക്ക് അപേക്ഷാ ഫീസ് പറഞ്ഞാൽ ഗ്രൂപ്പ് A പോസ്റ്റിലേക്ക് ജനറൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1000 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ട് നമ്മൾ ഞെട്ടണ്ട. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ 1000 രൂപ എന്നുള്ളത് കൊണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യില്ല. അപ്പോൾ നമുക്ക് അപേക്ഷയുടെ എണ്ണൊക്കെ കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ പഠിക്കണം കേട്ടോ. വെറുതെ 1000 രൂപ കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ മാത്രം, പ്രിപ്പയർ ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നല്ലൊരു എമൗണ്ട് ഫീ ഉണ്ട്. SC ST PWD എക്സ് സർവീസ്മാൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 500 രൂപ കൊടുത്താൽ മതി.
ഇനി ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി കാറ്റഗറിയിലേക്ക് ജനറൽ OBC NCL ആണെങ്കിൽ 500 രൂപ ഫീ കൊടുക്കുക. SC ST PWD AWS എക്സ് സർവീസ്മാൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ വെറും 250 രൂപ കൊടുത്താൽ മതി. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് തന്നെയാണ് ഫീ അടയ്ക്കേണ്ടത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഒരേ ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റുകൾ ഉണ്ടല്ലോ. അപ്പോൾ ഒന്നിലധികം പോസ്റ്റിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഫീ അടയ്ക്കണം. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, എൻവലപ്പിൽ ഇട്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റിലായിട്ടും അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കുക. ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു തടസ്സവുമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഫീ അടയ്ക്കണം. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് ഫീ അടച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പോസ്റ്റലായിട്ട് നമ്മൾ അയച്ചു കൊടുക്കണമല്ലോ. അടുത്ത് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ടെക്നീഷ്യനും ടെക്നിക്കൽ അസിസ്റ്റൻറ്റിലേക്കും അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ടെക്നീഷ്യൻ്റെ ഞാൻ വേറെ കവറിലിട്ട് അയക്കണം. ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൽ ഞാൻ രണ്ടാമത് കവർ വാങ്ങിയിട്ട് അതിലിട്ട് അതേപോലെ തന്നെ നമ്മളത് അയക്കണം. അങ്ങനെ സെപ്പറേറ്റ് പോസ്റ്റൽ കവറിലിട്ടിട്ട് തന്നെ നിങ്ങൾ അയക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് റിജക്റ്റ് ആയി പോകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മാർച്ച് 28 ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റും മാർച്ച് 28. ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് ഏപ്രിൽ 27. ദെൻ നമ്മുടെ ഹാർഡ് കോപ്പി NIT ഗോവയിൽ എത്തേണ്ടത്, അതായത് നമ്മുടെ പ്രിൻ്റ് എടുത്ത കോപ്പി നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത് 6/5/2025. അപ്പോൾ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിലും സൂക്ഷിക്കണം കേട്ടോ. ഒരു കോപ്പി നമ്മൾ ഇതിൻ്റെ സെലക്ഷൻ്റെ സമയത്ത് നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അത് നമ്മളെ കയ്യിലൊരു കോപ്പി സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അതിൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരിക, GOCL എജുലാൻഡിൻ്റെ. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ GOCL എജുലാൻഡ്, നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെയാണ് GOCL എജുലാൻഡ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അങ്ങനെ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇതാ ലേറ്റസ്റ്റ് ജോബ്സ് ഇങ്ങനെ ഓരോന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ ഏറ്റവും മുകളിൽ NIT ഗോവ നോൺ ടീച്ചിങ് റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ഇനി ഇവിടെ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കൂടുതൽ പോസ്റ്റ് നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ അത് ഇവിടെ കാണൂല. ഓക്കെ, ഈ ലേറ്റസ്റ്റ് ജോബ്സിൽ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, റീഡ് മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. കാരണം പുതിയത് വരുന്നത് എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യും. 5 എണ്ണം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് താഴോട്ട് പോകും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇത് റീഡ് മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ പേജ് ഇവിടെ ഓപ്പൺ ആക്കാണ്ടോ, ഇതിലിങ്ങനെ കാണാം. ഇനി എത്ര നിങ്ങൾക്ക് പഴയതും ഇതൊന്നും എടുക്കാൻ പറ്റും. 2 എന്നുള്ള പേജ് കൊടുക്കാം, രണ്ടാമത്തെ പേജ്, ഇതിന് 3 എന്നുള്ള പേജ് കൊടുക്കാം. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഇതാ ഇവിടെ നമ്മുടെ സെർച്ച് ബാർ ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ സെർച്ച് ചെയ്യുന്ന സംഭവമാണ്. ജസ്റ്റ് നിങ്ങൾ NIT ജസ്റ്റ് ഗോവ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇത് ഞാൻ കാണിക്കുന്നത് എന്താ പറയുക, നമ്മുടെ വീഡിയോ പബ്ലിഷ് ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ കാണുന്നവർ ചിലപ്പോൾ ഇത് കാണില്ല. അതുകൊണ്ടാണ് ഇത് കാണാം NIT നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്നാണ്. ഇവിടെ കാണാം റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ സംഭവം ഇവിടെ വരും. ഓക്കെ, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതൊന്നും എന്ത് ചെയ്യാം, അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ NIT ഗോവ നോൺ ടീച്ചിങ് എന്നുള്ളത് എടുക്കുന്നു. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. നമ്മൾ അപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കാണ് കേട്ടോ. അപ്പോൾ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പേജിലേക്കാണ് വരിക. റിക്രൂട്ട്മെൻറ്റ് പോർട്ടലിലൂടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ ഫോട്ടോ സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെ കാണാം ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു യെല്ലോ കളറിൽ സൈൻ അപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആ സൈൻ അപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം NIT ഗോവയുടെ ലോഗോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഇമെയിൽ ID അതുപോലെ തന്നെ കൺഫേം ഇമെയിൽ ID, പിന്നെ നമ്മളൊരു മാനുവലായിട്ട് പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ മൊബൈൽ നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്യാപ്ച അടിച്ച് നമ്മൾ സൈൻ അപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കാണിക്കും. അതിനനുസരിച്ച് നിങ്ങളത് ഫില്ല് ചെയ്ത് പോയാൽ മതി. ഓക്കെ, വളരെ സിമ്പിളായിട്ട് തന്നെ ഫില്ല് ചെയ്യാം. നിങ്ങളുടെ മൊബൈലൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുതരാം, കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയുമാണ്. പിന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ട്, അത് സോൾവ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് നമ്മളെ കണക്ട് ചെയ്യണം. നമ്മുടെ വെബ്സൈറ്റിൽ ഈസി ടൂൾ ഉണ്ട്. ഈസി ടൂൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ഈ ഇൻസ്ട്രക്ഷൻ വായിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുവഴി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ്. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാം. താങ്ക് യു.